ഈ ഏതാനും നിമിഷങ്ങൾക്കകം മനോഹരമായ ഈ സായംകാലത്ത് പുന്നമടക്കായലിന്റെ പൊന്നോളങ്ങളെ തഴുകിത്തലോടി 4ാം ഹിറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. സെന്റ് ജോർജും നടുഭാഗവും നിരണവും ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും. ആരാണ് വിജയിക്കുക, ആരാണ് ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ പോവുക എന്ന വലിയ ചോദ്യം. ആയാപറമ്പ് വലിയ ദിവാഞ്ചി 1979 നെഹ്റു ട്രോഫി നേടിയ ഒരു ചരിത്രമുണ്ട്. ആ കാഴ്ചകളും കഥകളും നിങ്ങളോട് പങ്കുവയ്ക്കുവാനായി കമന്റേറ്റർമാരുടെ സുൽത്താനായ ഓണാട്ടുകരയുടെ കുട്ടനാടിന്റെ സ്വന്തം ജോ ജോസഫ് തായങ്കരിക്ക് മൈക്ക് കൈമാറുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി പ്രവീൺ ഇറവങ്കര. ചുണ്ടൻ വള്ളങ്ങളുടെ 4ാമത്തെ ഹിറ്റ്സ് ഏകദേശം പകുതി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1ാമത്തെ ട്രാക്കിൽ സെന്റ് ജോർജ്, 2ാമത്തെ ട്രാക്കിൽ നടുഭാഗം, 3ാമത്തെ ട്രാക്കിൽ നിരണം, 4ാമത്തെ ട്രാക്കിൽ വലിയ ദിവാഞ്ചി, ആയാപറമ്പ് വലിയ ദിവാഞ്ചി. അങ്ങനെ 4 കളിവള്ളങ്ങൾ പങ്കെടുക്കുന്നു. സെയിന്റ് ജോർജ് 1ാമത്തെ ട്രാക്കിലൂടെ റെജി കെയുടെയും ലീനാച്ചൻ സണ്ണിയുടെയും നേതൃത്വത്തിൽ ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് ചെറുകരക്കാർ തുഴഞ്ഞ് സെയിന്റ് ജോർജ് എത്തുമ്പോൾ 2ാമത്തെ ട്രാക്കിൽ ജിൻഡോ ജോമിയുടെയും കുര്യൻ ജെയിംസിന്റെ നേതൃത്വത്തിൽ പുന്നമട ബോട്ട് ക്ലബ്ബ് ആലപ്പുഴക്കാർ നടുഭാഗം വള്ളത്തിൽ മത്സരിക്കുമ്പോൾ നിരണം വള്ളത്തിൽ മത്സരിക്കുന്നത് KG എബ്രാഹിമിന്റെയും രാഹുൽ പ്രകാശിന്റെയും നേതൃത്വത്തിൽ നിരണം ബോട്ട് ക്ലബ്ബുകാരാണ്. വലിയ ദിവാഞ്ചി ആയാപറമ്പ് വള്ളത്തിൽ മത്സരിക്കുന്നത് റെനി അടിവാക്കലിന്റെയും തങ്കച്ചൻ ചെറുവള്ളിക്കരയുടെയും നേതൃത്വത്തിൽ നിരണം ചുണ്ടൻ ഫാൻസ് ബോട്ട് ക്ലബ്ബുകാരാണ്. അങ്ങനെ 4 വള്ളങ്ങൾ, 4 ടീമുകൾ മത്സരിച്ച് മുന്നേറുമ്പോൾ 2 വള്ളം എന്ന് പറയുമ്പോൾ നിരണവും വലിയ ദിവാഞ്ചിയും, നിരണംകാരുടെ തന്നെ ബി ടീമാണ് എന്ന് പറയാവുന്ന വലിയ ദിവാഞ്ചി. അവരെ നിരണത്തും വള്ളത്തിന് സപ്പോർട്ടായിട്ട് KG എബ്രാഹിമിനും ടീമിനും സപ്പോർട്ടായിട്ട് വലിയ ദിവാഞ്ചിയിൽ അവർക്ക് വീണ്ടും ഒരു ആവേശപ്പെടുത്തുവാൻ വേണ്ടി അവർ വരുന്നു 4ാമത്തെ ട്രാക്കിലൂടെ. 3ാമത്തെ ട്രാക്കിലൂടെ നിരണം വരുന്നു. 2ാമത്തെ ട്രാക്കിലൂടെ നടുഭാഗം പുന്നമട ക്ലബ്ബുകാർ തുഴയുന്നു. പുന്നമട എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെഹ്റു ട്രോഫിയോട് ചേർന്ന് കിടക്കുന്ന, പുന്നമട കായലിനോട് ചേർന്ന് കിടക്കുന്ന ആ കായൽ തീരത്തുള്ള നിവാസികൾ പങ്കെടുക്കുന്ന നടുഭാഗം. അത് നടുഭാഗവും നിരണവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ 4ാമത്തെ ഹിറ്റ്സിൽ നടക്കുന്നത്. ഇപ്പോൾ അല്പം ലീഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായും പറയുവാൻ കഴിയുന്നത് നടുഭാഗം വള്ളമാണ്. തൊട്ടടുത്ത് നിരണം വള്ളം, നിരണവും നടുഭാഗവും ചുണ്ടൻ വള്ളങ്ങളുടെ 4ാമത്തെ ഹിറ്റ്സിൽ ഒന്നാമതെത്തുവാൻ ഒരേ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുമ്പോൾ തീർച്ചയായും വളരെ മനോഹരമായും ആവേശം ജനിപ്പിക്കുന്നതുമായ ഒരു പ്രകടനമാണ് ഈ കളിവള്ളങ്ങൾ കാഴ്ചവെക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. ഇപ്പോഴും നടുഭാഗവും നിരണവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം. എന്തൊരു മത്സരമാണ്! നേരത്തെ മേൽപ്പാടവും തലവടി ചുണ്ടനും പങ്കെടുത്തതുപോലെയുള്ള വളരെ ആവേശോജ്വലമായ ഒരു പ്രകടനമാണ് ഈ നടുഭാഗവും നിരണവും ഇവിടെ കാഴ്ചവെക്കുന്നത്. നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബുകാര്, അതുപോലെ നിരണം ബോട്ട് ക്ലബ്ബുകാര്. ഇവർക്കൊന്നും വിജയിച്ചതിന്റെ നിരവധി കഥകളൊന്നും പറയുവാനില്ല, പക്ഷേ വള്ളങ്ങൾക്കുണ്ട്, നടുഭാഗത്തിനുണ്ട്. നടുഭാഗം നമുക്കറിയാം 2019 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് ഇവിടെ ചരിത്രം കുറിച്ച വള്ളമാണ് നടുഭാഗം. ആ നടുഭാഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാദസ്പർശമേറ്റ പഴയ നടുഭാഗത്തിന്റെ ആ ആത്മവീര്യവും ചൈതന്യവും വേറിക്കൊണ്ട് നടുഭാഗം കടന്നു വരുമ്പോൾ നടുഭാഗം ഇതാ മുന്നോട്ട് നിൽക്കുകയാണ്. പുന്നമട ബോട്ട് ക്ലബ്ബുകാര്, പുന്നമട കായലിന്റെ സ്വന്തം കരക്കാർ തുഴയുന്ന പുന്നമടയുടെ നടുഭാഗം ഇതാ കടന്നു വരുമ്പോൾ തൊട്ടടുത്ത നിരണം ബോട്ട് ക്ലബ്ബ് അവർക്ക് സഹായികൾ കൂടെ ഉണ്ടെങ്കിൽ പോലും പുന്നമടക്കാര് അവര് സ്വന്തം പുന്നമടയിൽ അവര് നാട്ടുകാരുടെ വീര്യം പ്രകടിപ്പിക്കുകയാണ്, കാഴ്ചവെക്കുകയാണ്. പുന്നമടയും നടുഭാഗവും നിരണവും തമ്മിലുള്ള പോരാട്ടം അതാ നടുഭാഗം തന്നെ. നിരണത്തിന് ഏതാനും തുഴപ്പാടുകൾക്ക് പിന്നിലായി നടുഭാഗം വിജയിച്ചിരിക്കുകയാണ്. എങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വിജയം ഒരു വിജയമല്ല. കാരണം സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫൈനലിൽ അർഹത നേടുന്നത്. അതുകൊണ്ട് ഹീറ്റ്സിൽ വിജയിച്ചത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. 2015 മുമ്പാണെങ്കിൽ അല്ലെങ്കിൽ 17 മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു വിജയം നമ്മളെ നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ
ഈ കാലഘട്ടത്തിൽ സമയമാണ് പ്രധാനം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വിജയിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഏതൊക്കെ വള്ളങ്ങൾ ഫൈനലിൽ പ്രവേശിച്ചു എന്ന് എല്ലാ ഹീറ്റ്സിന്റെയും മത്സരം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. എങ്കിലും വളരെ മനോഹരമായ ഒരു പ്രകടനമായിരുന്നു നടുഭാഗം കാഴ്ചവെച്ചത്, നിരണം കാഴ്ചവെച്ചത്. അതുപോലെ ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബുകാർ, ചെറുകരക്കാര് അവരിപ്പോൾ പതുക്കെ തുഴഞ്ഞു വരുന്നുണ്ട്. എങ്കിലും വലിയ ദിവാഞ്ചി, നിരണ വള്ളത്തിന് ഒരു സപ്പോർട്ടായിട്ട് വന്ന വലിയ ദിവാഞ്ചിയും അവരും കടന്നു വരുന്നുണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ. വലിയ ദിവാഞ്ചിയും സെയിന്റ് ജോർജും ചുണ്ടൻ വള്ളങ്ങളുടെ നാലാമത്തെ ഹിറ്റ്സിൽ പതുക്കെ രണ്ട് വള്ളങ്ങൾ മത്സരിക്കാൻ വന്നവർ, അല്ലെങ്കിൽ ട്രോഫിക്ക് വേണ്ടി ലക്ഷ്യമാക്കി വന്നവർ, ട്രോഫി മാത്രം ലക്ഷ്യമാക്കി വന്നവർ, അവർ പോകട്ടെ, ഞങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ഈ വള്ളംകളിയിലെ പ്രധാനം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി വലിയ ദിവാഞ്ചിയും സെയിന്റ് ജോർജും ഇവിടെ പങ്കെടുക്കുകയാണ്. അവര് മൂന്നാമത്തെ സ്ഥാനത്തേക്ക്. വലിയ ദിവാഞ്ചി നിരണം വള്ളത്തിന്റെ സപ്പോർട്ടായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻകാർ ഇവിടെ വന്ന ആയാവറമ്പ് വലിയ ദിവാഞ്ചി മൂന്നാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്തു.